കോട്ടയം കാഞ്ഞിരപ്പള്ളി ആമലജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥിയായിരുന്ന ശ്രദ്ധയുടെ ആത്മഹത്യയിൽ ഇപ്പോൾ പ്രതികരണവുമായി കോട്ടയം SP വന്നിട്ടുണ്ട്. ആ ദൃശ്യത്തിലേക്ക് പോകാം. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അന്വേഷിക്കാനായിട്ട് ഇന്നലെ തന്നെ ഉത്തരവിറക്കി. അതുകൊണ്ട് അദ്ദേഹം വേറെ ഒരു കേസ് അന്വേഷണമായിട്ട് ഇന്നലെ പ്രതിയെ കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോയിരുന്നു. അതുകൊണ്ട് ഇന്ന് തൊട്ട് അതിൻ്റെ അന്വേഷണം അദ്ദേഹം ഏറ്റെടുത്ത് വേഗം അന്വേഷണം തീർക്കും. ഒരു കുറിപ്പ് കിട്ടിയിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഇതുകുറിച്ച് ഒന്നുമില്ല. അതെ കാരണങ്ങളൊന്നുമില്ല. കാരണങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഞാൻ പോവാണ് മറ്റേ എന്തോ ഒരു പാൻറ്റ് കുറിച്ചാണ് പറഞ്ഞത്. ഇതുകുറിച്ച് ഒന്നുമില്ല. ഇവരെല്ലാം സ്റ്റുഡൻസാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പോലീസ് ആക്ഷൻ സ്റ്റുഡൻസിനെതിരായിട്ട് നമ്മൾ ഒന്നും എടുത്തിട്ടില്ല. മാത്രമല്ല അവരുടെ ഭാവി നമ്മൾ ഒരിക്കലും പോലീസ് ആക്ഷനെ കൊണ്ട് ഇത് ചെയ്യുന്നില്ല. കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി മരണപ്പെട്ടത് കൊണ്ടുള്ള ഒരു എമോഷൻസാണ്. അത് നമ്മൾ ആ രീതിയിലേ കാണും. അല്ലാതെ കുട്ടികളുടെ ഭാവി ഒരിക്കലും നമ്മുടെ പോലീസ് ആക്ഷനെ കൊണ്ട് നശിപ്പിക്കില്ല. ഇപ്പോൾ വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. KC, SP പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. അതായത് ആ കത്തിൽ ഞാൻ പോകുന്നു എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ആക്ഷൻസ് ഒന്നും ഉണ്ടാകില്ല എന്ന തരത്തിലാണ് കോട്ടയം SP-യുടെ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. എന്താണ് SP പറഞ്ഞതിനുള്ള അർത്ഥം? അജി, ഔദ്യോഗികമായൊരു പ്രതികരണമാണ് ഇപ്പോൾ കോട്ടയം SP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് മാറിയതായി അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ മന്ത്രിതല ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് മാറാനുള്ള ഒരു തീരുമാനമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഒരു ഔദ്യോഗികമായൊരു പ്രതികരണം കോട്ടയം SP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞ കാര്യം, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അതോടൊപ്പം തന്നെ ആത്മഹത്യ കുറിപ്പ് ലഭ്യമായിട്ടുണ്ട്. ഈ കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് SP ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ കുട്ടികൾക്കെതിരെ പോലീസ് പെരുമാറിയിട്ടില്ല എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഈ വിദ്യാർത്ഥികൾ പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു. പോലീസ് മർദ്ദിച്ചു എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അതിലും അദ്ദേഹം ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞത് കുട്ടികൾക്കെതിരെ പോലീസ് പെരുമാറിയിട്ടില്ലെന്നാണ്. സ്വാഭാവികമായൊരു പ്രതികരണമാണ് കുട്ടികൾ നടത്തിയത് എന്നൊരു കാര്യമാണ്. അത് അത്തരത്തിൽ ആ രീതിയിലാണ് പോലീസ് കാണുന്നതെന്നാണ് SP-യുടെ ഒരു പ്രതികരണത്തിൽ പറയുന്നത്. പിന്നെ അതെ, ഈ കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിന് പിന്നാലെയാണ് ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചത്. അതിൽ ഞാൻ പോകുന്നു എന്ന് മാത്രമാണ് ഉള്ളത് എന്നൊരു കാര്യമാണ് പരാമർശിക്കുന്നതെന്നാണ് SP പറയുന്നത്. കൂടാതെ കുട്ടിയുടെ ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് ഈ കുറിപ്പ് കണ്ടെടുത്തതെന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, ഈ ആത്മഹത്യയുടെ കാരണം കണ്ടെത്തണം, അതിനുവേണ്ടി സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്നും SP കാർത്തിക് വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ വിശദമായൊരു പ്രതികരണമാണ് അദ്ദേഹം ഈ കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഈ ആത്മഹത്യ കുറിപ്പിന്റെ കാര്യം പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തുടങ്ങിയത്. കൂടാതെ കഴിഞ്ഞ ദിവസം കുട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ മറുപടിയും അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ പെരുമാറിയില്ല, കുട്ടികൾക്ക് നേരെ പോലീസ് പെരുമാറിയിട്ടില്ല. ഈ സ്വാഭാവിക പ്രതികരണമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് പറയുന്നത്. കൂടാതെ ഈ ആത്മഹത്യക്കുറിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കൃത്യമായൊരു പ്രതികരണം SP-യുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അജി, ശരി ഉണ്ണി.